ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിലെ മുൻനിര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ നല്ല നിലപാടുകൾ എടുത്ത് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. എല്ലാവരും ഏകകണ്ഠ്യേന പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഇപ്പോൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യകണ്ഠേന രാജ്യത്തിന് പിന്തുണ കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ചോരക്ക് തീർച്ചയായിട്ടും പകരം ചോദിക്കണമെന്ന നിലപാട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തിരുന്നത്. തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല നമ്മുടെ അസറുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ. അദ്ദേഹത്തിന് ബിലാവൽ ഭൂട്ടോക്ക് കൊടുത്ത തകർപ്പൻ മറുപടിയാണ്, തഗ് മറുപടി എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ നെഞ്ഞത്ത് കൊടുത്ത മറുപടി തന്നെയാണ് ഇന്ന് അദ്ദേഹം കൊടുത്തത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മറുപടി അക്ഷരാർത്ഥത്തിൽ ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ചോര തിളയ്ക്കുന്ന രീതിയിലുള്ളൊരു മറുപടി തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. നമുക്ക് ആദ്യമായിട്ട് മറുപടി ഒന്ന് കേട്ടുവരാം. അസറുദ്ദീൻ ഒവൈസി നടത്തിയ രൂക്ഷമായ ഒരു വിമർശനം കൂടിയുണ്ട്. തീവ്രവാദികളുടെ കയ്യാൽ അമ്മ കൊല്ലപ്പെട്ടിട്ടും തീവ്രവാദം എന്താണെന്ന് മനസ്സിലാവാത്ത ആളെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനെന്നാണ് ഒവൈസി ചോദിച്ചിരിക്കുന്നത്. അമേരിക്ക തരുന്ന പണമല്ലാതെ പാകിസ്ഥാന്റെ കയ്യിൽ ഒന്നുമില്ല. ബലൂചിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്തവരാണോ കശ്മീരിൽ ഇടപെടുന്നതെന്നും ഒവൈസി ചോദിച്ചു. उनको ये सोचना पड़ेगा कि उनकी अम्मा को किसने मारा। टेररिज्म तो मारी ना उनकी वालदा, उनको अगर वो समझ में नहीं आ रहा तो क्या समझाएंगे उनको भी। भाई जिसकी माँ को उसी के होम ग्रोन टेररिस्ट ने मार दिया तो वो बात समझो ना तुम। आपकी माँ को जब गोली मारा तो टेररिज्म है, और हमारे बेटियों को माओ को जो मारे टेररिज्म नहीं है क्या? वो तो उनको समझने की जरूरत। ബനസീർ ഭൂട്ടോയുടെ മകനായ ബിലാവൽ ഭൂട്ടോയ്ക്ക് ഇതിലും നല്ല ഒരു മറുപടി ഇനി കിട്ടാനില്ല. തീർച്ചയായിട്ടും സ്വന്തം അമ്മയുടെ മരണത്തിന് കാരണക്കാരായ തീവ്രവാദികളെ തിരിച്ചറിയാൻ പറ്റാത്ത അദ്ദേഹത്തിന് എന്ത് തീവ്രവാദത്തിനെ പറ്റി പറഞ്ഞ് എന്ത് മനസ്സിലാക്കാനാണ് എന്നാണ് ഒവൈസി ചോദിക്കുന്നത്. വളരെ തഗ് മറുപടി തന്നെയാണ് ഒവൈസി കൊടുത്തത്. ഏതൊരു ഇന്ത്യക്കാരനും കൊടുക്കാൻ ആഗ്രഹിച്ച ആ മറുപടി തീർച്ചയായിട്ടും ഏതൊരുത്തൻ്റെയും മുഷ്ടി ചുരുട്ടി രക്തം ചൂടാവുന്ന രീതിയിലുള്ള ഒരു ഇന്ത്യക്കാരന് കൊടുക്കാൻ ആഗ്രഹിച്ച ഒരു മറുപടി തന്നെയാണ് നമ്മുടെ ഒവൈസി കൊടുത്തത്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കണം എല്ലാ ഇന്ത്യക്കാരുടെയും മറുപടി. അതാണ് ഒരു മുസ്ലിം പൗരനായ നമ്മുടെ ഒവൈസി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അഭിപ്രായം എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ച്. തീർച്ചയായിട്ടും ഏതൊരു ഇന്ത്യക്കാരനും പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ട തീവ്രവാദികളുടെ കൈകളാണ്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത അദ്ദേഹത്തെ എന്ത് തീവ്രവാദത്തിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനാണ് എന്നാണ് ഒവൈസി ചോദിച്ചത്. അദ്ദേഹത്തിന്റെ മൂത്ത വാപ്പയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഉമ്മയും എല്ലാം തീവ്രവാദികളെ കൈയാലാണ് മരണപ്പെട്ടത്. ഇനി അദ്ദേഹത്തിന് എന്ത് പറഞ്ഞ് തിരുത്തി കൊടുക്കാനാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാന്റെ കയ്യിൽ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന ചില പണം മാത്രമാണ് കയ്യിലുള്ളത് എന്നും അല്ലാതെ ഒരു ചുക്കും പാകിസ്ഥാന്റെ കയ്യിൽ ഇല്ല എന്നും ഒവൈസി കളിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനിലുള്ള ആഭ്യന്തര പ്രശ്നം പോലും പരിഹരിക്കാൻ പറ്റാത്ത പാകിസ്ഥാനാണോ കാശ്മീരിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നോക്കുന്നത് എന്നും പുച്ഛിച്ച് തള്ളുന്നതും നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അത്രയ്ക്ക് നല്ല ഒരു മറുപടിയായിരുന്നു ഇന്ന് നമ്മൾ നസറുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും കണ്ടത്. രാഷ്ട്രീയപരമായ പല വെറുപ്പുകളും അതുപോലെ തന്നെ പല രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് ഒവൈസിയുമായിട്ടുണ്ട്. അദ്ദേഹം പല കാലത്തും സംഘപരിവാർ ശക്തികളെ എങ്ങനെ സ്വാധീനിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് നിലപാടുകൾ എടുത്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതാണ്. അത്തരം രാഷ്ട്രീയ അടവുകളെല്ലാം നയം പയറ്റിയ ഒരു വ്യക്തിയാണ് ഒവൈസി. അത്തരം രാഷ്ട്രീയ അഭിപ്രായങ്ങളോടെല്ലാം തന്നെ നമുക്കും വിയോജിപ്പാണുള്ളത്. എന്നാലും ഈ ഒരു കാര്യത്തിൽ പാകിസ്ഥാന് കിട്ടേണ്ട മറുപടി തന്നെയാണ് അദ്ദേഹം കൊടുത്തത്. അത് തീർച്ചയായിട്ടും നമ്മളെല്ലാം മുസ്ലിങ്ങളെ അടക്കിക്കൊണ്ട് മോശമാണ്, തീവ്രവാദികളാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതും മുസ്ലിം നാമധാരിയായ ഒരു വ്യക്തി അദ്ദേഹം പാകിസ്ഥാനെതിരെ ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ച് കാണില്ല. തീർച്ചയായിട്ടും നമ്മുടെ അഖണ്ഡതയും ഐക്യവും എല്ലാം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് പാകിസ്ഥാനെ മനസ്സിലാക്കുന്നതിനും തീർച്ചയായിട്ടും അത് സാധിക്കും. ഇനിയും ഈ ഒരു ഐക്യവും ഒരു ഒരുമിക്കലും എല്ലാം തന്നെ നമുക്ക് എല്ലാ കാലത്തും ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.